ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. AI, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ് തുടങ്ങിയ മേഖലകൾ ഇന്ന് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലകളുമായി ബന്ധപ്പെട്ട് ഡാറ്റ എഞ്ചിനീയർ, ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ സയൻറ്റിസ്റ്റ് തുടങ്ങിയ 3 ജോബ് റോൾസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവർ തമ്മിലുള്ള കറക്റ്റ് ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഡാറ്റ സയൻസിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പുകൾ, ഡാറ്റ സയൻസ് പഠിക്കാനായിട്ട് നിങ്ങൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഡാറ്റ എഞ്ചിനീയർ, ഡാറ്റ സയൻറ്റിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ് എന്നീ ജോബ് റോൾസ് എന്താണ് ഡിഫറൻസ് എന്ന് കറക്റ്റായിട്ട് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പോൾ നിങ്ങളൊരു കേക്ക് ബേക്ക് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇതേ ഒരു ജോബ് റോളാണ് ഇവിടെ ഡാറ്റ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. അതായത് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഡാറ്റ എഞ്ചിനീയേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഈ ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഇൻഗ്രീഡിയൻസിന് കൃത്യമായിട്ടുള്ള അളവിൽ വളരെ ക്ലീൻ ആയിട്ട് എടുത്തു വെക്കലാണ് അടുത്തൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഈ കിട്ടിയ ഇൻഗ്രീഡിയൻസിന് വളരെ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഇവയെ തരംതിരിച്ചു വെക്കുന്ന ആളുകളാണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് പലതരത്തിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇവരൊരു മാസ്റ്റർ ഷെഫ് എന്ന് തന്നെ പറയാം. കാരണം ഇവര് പുതിയ ട്രെൻഡിനനുസരിച്ച് പല പല വിഭവങ്ങൾ പല രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 ജോബ് റോൾസും മനസ്സിലാക്കാം. ഡാറ്റ സയൻസ് വരുന്ന ഈ ജോബ് റോൾസുകളുടെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് തന്നെ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ടെക്നിക്കലി വരുന്നതെന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷൻ എടുക്കാം നമുക്ക്. അതിൽ ഒരുപാട് ഡാറ്റകൾ ഉണ്ടായിരിക്കും അല്ലേ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റാബേസ് ആയിരിക്കാം, അതുപോലെ ഒരു സെറ്റ് ഓഫ് PDF ആയിരിക്കാം, എക്സൽ ഷീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ APIs ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റകളായിരിക്കാം. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഡാറ്റകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയൊക്കെ കളക്ട് ചെയ്തിട്ട് അത് പല ടൈപ്പ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവയെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റേണ്ടി വരും. അതുപോലെ കുറേ പ്രോസസ്സിങ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് ഡാറ്റ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡാറ്റയൊക്കെ കിട്ടിയിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് വിഷ്വലൈസ് ചെയ്ത് എന്തെങ്കിലും ഗ്രാഫുകളോ പ്ലോട്ടുകളോ ഒക്കെ വരയ്ക്കുന്ന ആളുകളാണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുക, റെക്കമെൻഡേഷൻസ് ഫൈൻഡ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ കൂടി ഡാറ്റ അനലിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ആ ഒരു കിട്ടിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഭാവി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുക, ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുക, ഫ്യൂച്ചറിൽ നമുക്ക് അതിലുണ്ടാക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് സജസ്റ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇവിടെ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ ഇവർ പലതരത്തിലുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവുക. ഇനി സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഡാറ്റകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യുക, അവയെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റി നല്ലൊരു രീതിയിലേക്ക് പ്രോസസ്സ് ചെയ്യുന്ന ആളുകളാണ് ഡാറ്റ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഇനി കിട്ടിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഇവയെ അനലൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് പ്ലോട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആ ഒരു കിട്ടിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ സയൻസ് പഠിക്കുന്ന ഒരാൾ ഈ 3 ജോബ് റോളുകളും പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഒരു കമ്പനിയിൽ ഇവരുടെ റോൾസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രീതികളിലായിരിക്കും. ഇനി നമുക്ക് ഡാറ്റ സയൻസിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്താണ്, അതിന്റെ ഫ്യൂച്ചർ സ്കോപ്പുകൾ എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിനായി നമുക്ക് വേൾഡ് എക്കണോമിക് ഫോറത്തിലത്തെ 2025-30 കണക്കനുസരിച്ച് പല ജോബുകളും ഇവിടെ സ്കെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കെയിലിങ്ങിന് നിങ്ങൾക്ക് ഡാറ്റ സയൻസിന്റെ അല്ലെങ്കിൽ AI-യുടെ ഒക്കെ ഒരു പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ സയൻസ് എന്താണ്, അതിൻ്റെ സ്കോപ്പുകൾ എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഡാറ്റ സയൻസിൽ ഒരു കരിയർ തുടങ്ങാനായിട്ട് അടിസ്ഥാനമായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് മെയിനായിട്ട് 3 സ്കിൽസാണ് വേണ്ടത്. ഒന്നാമത്തെ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, രണ്ടാമത്തെ കോഡിങ്, മൂന്നാമത്തെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡാറ്റാബേസ് ഫണ്ടമെന്റൽസ്. ഇതിൽ ആദ്യത്തെ സ്കിൽ എന്ന് പറയുന്നത് മാത്സ് ആൻഡ് സ്റ്റാറ്റി തന്നെയാണ്. അതായത് നിങ്ങൾക്ക് മാത്സിനോട് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോഡിങ് തന്നെയാണ്. അതായത് ഡാറ്റ സയൻസിൻ്റെ പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട് നിങ്ങൾ കോഡിങ് ചെയ്യുന്നത് പൈത്തണിലായിരിക്കും. ബേസിക് പൈത്തൺ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ കോഡിങ് സ്കില്ല് എന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡാറ്റാബേസ് ഫണ്ടമെന്റൽസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളും അതുപോലെ ഡാറ്റാബേസ് ആയിട്ടുള്ള SQL പോലത്തെ ഡാറ്റ സ്റ്റോറേജ് എങ്ങനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ റിട്രീവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇതിൽ നന്നായി മാത്സ് അറിയാവുന്ന ആളുകളുണ്ടായിരിക്കും, മാത്സും സ്റ്റാറ്റി അറിയാവുന്ന ആളുകളുണ്ടായിരിക്കും, അതുപോലെ കോഡിംഗ് സ്കില്ലുള്ള ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് മാത്സിനോടും കോഡിങ്ങിനോടും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ ജോബ് റോളായിരിക്കും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് എന്ന് പറയുന്നത്. നിങ്ങൾ മാത്സിനോട് ഇനി ഇൻട്രസ്റ്റ് കുറവുള്ള ആളുകളാണ്, കോഡിങ് നന്നായിട്ട് ചെയ്യാനറിയാം, കമ്പ്യൂട്ടർ ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡിങ്ങും കമ്പ്യൂട്ടർ ആൻഡ് ഡാറ്റാബേസ് ഫണ്ടമെന്റൽസും അറിയുന്നവർക്ക് ചേരുന്ന ഏറ്റവും നല്ല ഒരു ജോബ് റോളാണ് ഡാറ്റ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഡാറ്റ എഞ്ചിനീയറിങ്ങിന് അധികം മാത്സ് ഒന്നും വരുന്നില്ല, കോഡിങ്ങും അതുപോലെ തന്നെ ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഒക്കെയാണ് വരുന്നുണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഡാറ്റാബേസ് ഫണ്ടമെന്റൽസും അതുപോലെ മാത്സ് നന്നായി അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് റോളായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. ഇപ്പോൾ ഡാറ്റ അനലിസ്റ്റിൽ കുറച്ച് പൈത്തനൊക്കെ വരും എങ്കിൽ പോലും പവർ BIയും SQL ഒക്കെ അറിയുന്ന, എക്സലൊക്കെ അറിയുന്ന ആളുകൾക്ക് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞ ജോബ് റോള് സ്യൂട്ടബിൾ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ 3 ജോബ് റോൾസും മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ 3 ജോബ് റോൾസിലും നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ സ്കില്ല് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സ്കിൽ ടെസ്റ്റ് നടത്താവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലുകൾ അതുപോലെ നിങ്ങൾക്കുള്ള ഇൻട്രസ്റ്റുകൾ ഇതൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് നിങ്ങൾ ഡാറ്റ സയൻസിനോട് ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ സയൻസിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഡാറ്റ സയൻസിൽ വരുന്ന ജോബ് റോൾസ് എന്തൊക്കെയാണ്, ഡാറ്റ സയൻസിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ബേസിക് സ്കിൽ എന്താണെന്ന് നിങ്ങൾ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ടാവും. ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.